ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് തീപ്പൊള്ളലിന് അതൊരു 60% വരെയുള്ള തീപ്പൊള്ളലിന് എണ്ണ ഉണ്ടാക്കുന്നതാണ്. ഇത് വീട്ടിൽ വെച്ച് തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിലാണ് ഇപ്പം നിലവിൽ ഞങ്ങളുള്ളത്. ഇതാണ് എണ്ണയുടെ കൂട്ട്. ഇത് ഇപ്പോൾ ഈ സാധനം തിളച്ചുകൊണ്ടിരിക്കുന്നത് 400 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. ഇങ്ങനെ ചട്ടകം വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ ഐറ്റം മരുന്നുകൾ ഒരു 7 മാസമെങ്കിലും വേണം ഞങ്ങൾക്ക് ഒരു മരുന്നുണ്ടാവുക. ഇതിനകത്തുള്ള പ്രത്യേകത ഇത് കണ്ടോ, കൈയൊന്ന് മുക്കി നോക്കാം. ഇത്ര ഇളക്കുന്നതിനകത്ത് കൈ പൊള്ളുന്നില്ല. കാരണം ഇത് ഒരു കാരണവശാലും ഇത് പൊള്ളില്ല. അത് ഇതിൽ ഇറ്റ് വീണുകൊണ്ടിരിക്കുന്ന മരുന്നാണ്. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ ചട്ടക്ക. ഇതിനകത്ത് ഇട്ടേക്കുന്ന ഈ സാധനം പോലും ചൂട് പിടിക്കുന്നില്ല. കാരണം അത്ര പെർഫെക്റ്റുള്ള മരുന്ന് ആണ് ഇതിനകത്ത് ചേരുന്നത്. ഇന്ന് അനേകം വൈദ്യന്മാരുണ്ടെങ്കിലും വീട്ടിൽ വെച്ച് മരുന്നുകൾ നിർമ്മിക്കുന്നവർ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ഉള്ളൂ. ജോർജൻ്റെ ആ ഫോട്ടോ അപ്പോൾ ഗ്രൈൻഡർ. അപ്പോൾ ഇത് ഇവിടെ തന്നെ അരച്ച് ഇവിടെ തന്നെ ഈ മരുന്ന് നിർമ്മിച്ച് ഞങ്ങൾ വനപ്രദേശങ്ങളിലും മരുന്ന് കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഞങ്ങൾ മരുന്ന് ശേഖരിച്ച് കൊണ്ടുവന്നാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്. ഒരു 8 മാസം കൊണ്ടാണ് ഇത് ഒരു യോഗം മരുന്നിൻ്റെ നിർമ്മാണം നമുക്ക് നടക്കുകയുള്ളൂ. അത് കറണ്ടടിച്ച പൊള്ളല്, അതുപോലെ തന്നെ ഇടിമിന്നലേറ്റത്, അതുപോലെ തന്നെ വെള്ളം കൊണ്ട് പൊള്ളിയത്, ചൂടുവെള്ളം കൊണ്ട് പൊള്ളിയത്, തീ കൊണ്ട് പൊള്ളിയത്, ആസിഡിൻ്റെ പൊള്ളിയത്, ഇങ്ങനെ ഓരോ ഇനം പൊള്ളലിനും ഓരോ ഇനം മരുന്നുകളാണ് ഞങ്ങളിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഇതുണ്ടല്ലേ, കൈ ഞാൻ മുക്കി എടുത്തതാണ്. കണ്ടോ, ഇതാണ് പൊള്ളലിൻ്റെ മരുന്ന്. ഓട്ടോയൊക്കെ എടുക്കും. ബൈക്ക് ഇത് നമ്മുടെ വർഷങ്ങളായിട്ട് മരുന്നിന് സഹായിയായിട്ട് കൂടെയുള്ള ചേട്ടനാണ് ജോർജ് ചേട്ടനെ കാണാൻ തിരിഞ്ഞ്. ഇതാണ് ജോർജ് ചേട്ടൻ കേട്ടോ. ഇത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ.